ഭരണഘടന തന്നെ നൽകുന്നൊരവകാശം നിഷേധിക്കുന്നത് ഒരിക്കലും ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല എന്ന രൂപത്തിലിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രക്ഷോഭം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിലിപ്പോൾ ഈ മോദി ഒരു റൈറ്റ് നിഷേധിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക? യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കുന്നത് 102% പിന്നിലാണ്. 102% പിന്നിലാണ്. 13.53% ഉദ്യോഗ തലങ്ങളിലുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 27% മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനനുസരിച്ച് ജനസംഖ്യ ഇതനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് KSCBC കേരള സ്റ്റേറ്റ് പിന്നെ ബാക്ക്വേർഡ് ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള കമ്മീഷൻ അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ സർക്കാർ സർവീസിലുള്ള ഓരോ വിഭാഗങ്ങളിലെയും മതവിഭാഗങ്ങൾ ഉള്ള പിന്നെ സർക്കാർ ചെറിയ അവരുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു റിപ്പോർട്ടാണ് വന്നത്. ആ റിപ്പോർട്ട് നമ്മൾ അതിലൊരു സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ മതം ജാതി തിരിച്ചുള്ള ആ റിപ്പോർട്ടിൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം പിന്നെ സർക്കാർ ജോലിയും അതിൽ എത്ര ശതമാനം, ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം അവർ 13.52% ഉള്ള ആൾക്കാർ, അവരുടെ പിന്നെ സർക്കാർ സർവീസിലുള്ള എണ്ണം 73,713. നായർ സമുദായം അവർ 19.8% ഉള്ളത്. അതിൽ 1,08,012 ആണ് അവരുടെ സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം. ബ്രാഹ്മണർ നോക്കുകയാണെങ്കിൽ 1.3% അവരുടെ പിന്നെ ജനസംഖ്യ. അതിൽ നിന്ന് 7,112 അതാണ് അവരുടെ സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യം. മുസ്ലിം സമുദായം നോക്കുകയാണെങ്കിൽ 13.53% ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾ, 73,774. പിന്നെ ഈഴവരെ നോക്കുകയാണെങ്കിൽ 21.1% ഉള്ള ഈഴവരുടെ പിന്നെ പ്രാതിനിധ്യം 1,15,075 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ കണക്കുകൾ ഇങ്ങനെ ഒരുപാട് കണക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് നോക്കുകയാണെങ്കിൽ അനീതി വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ചില വിഭാഗങ്ങൾ അവർ കൃത്യമായിട്ട് സർക്കാർ സർവീസിൽ മുമ്പിലാണ്. നമ്മളിത് ഇങ്ങനെ പറയുമ്പം ഏതെങ്കിലും മതവും ജാതിയും തിരിച്ച് ഒരു വർഗീയത പറയുക എന്നതിനപ്പുറം പ്രാതിനിധ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ അവർ പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിം പ്രീണനം നടക്കുകയാണ് എന്ന് പറയുന്നൊരു പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മാത്രമല്ല, സർക്കാർ സർവീസിലേക്ക് ചില ആളുകൾ പിന്നെ ബോധപൂർവം കയറി വരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു അജണ്ട, ഇവരിങ്ങനെ അജണ്ട നടത്തുന്നുണ്ട് എന്നുള്ള സംഘപരിവാറിൻ്റെ ഒരു ഭാഷ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്തൊക്കെയായിരിക്കും? അർപ്പിത ത്രിപാഠി എന്ന് പറയുന്ന ഒരു രാജ്യസ്നേഹി ഈ നമ്മുടെ ഈ റിപ്പോർട്ട് വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ, കേരളത്തിൽ നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിലെ ജോബ് എടുത്താൽ അതിൽ 3-1 മുസ്ലിമോ ക്രിസ്ത്യാനോ ആയിരിക്കും. ഹൈന്ദവ ഭൂരിപക്ഷമുള്ളൊരു രാഷ്ട്രത്തിൽ 3-1 ജോലി ആർക്കാണ്? ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ആണ് ഉള്ളത്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ മൊത്തം കണക്ക് പുറത്തു വന്നപ്പോൾ ഈ സംസ്ഥാനത്താകെ 26 യാദവർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. 28 ക്ഷത്രിയർ, 27 ജൈനരും. അത്രയും കുറഞ്ഞ സാന്നിധ്യമാണ് അവരുടേതായിട്ടുള്ളത്. മാത്രമല്ല, ബ്രാഹ്മണന്മാരുടേത് 1.53% മാത്രമാണ്. നിങ്ങൾ UP-യിലേക്ക് നോക്കൂ, അവിടെ 38% ബ്രാഹ്മണന്മാരാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടെ ഈ ഷിയാക്കളും അഹമ്മദിയാക്കളൊക്കെ അവരെക്കുറിച്ച് ഇതൊന്നും പറയുന്നില്ല എന്നാണ്. അവരുണ്ടോ ഇല്ല എന്ന് തന്നെ ജോലി ഉണ്ടോയെന്ന് ഇല്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന കണക്കിനെ ഇങ്ങനെയാണ് വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാന്നർത്ഥം. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇതൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഇത് ഉബൈദുള്ള MLA നിയമസഭയിൽ ഉന്നയിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എനിക്ക് ഒന്നാമത് തന്നെ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ നിന്നാണ് ഈ ചർച്ച ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന് ഉറപ്പാണ്, ഇത് ഉന്നയിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, ഇങ്ങനൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയാൽ ചില ഡാറ്റകളൊക്കെ പുറത്തു വരും. അപ്പോൾ അതറിയാതെ ആവില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇതിനൊരു വിവാദമാക്കി കൊണ്ടുവന്നതെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. ഒന്ന് നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഈ സംവരണമുണ്ടായിട്ടും ആണ് എന്ത് ചെയ്യുന്നത്, ഈ സംവരണത്തിന് തത്തുല്യമായ ജോലി ലഭിക്കാതിരുന്നിട്ടുള്ളത്.
അപ്പോൾ അത് കാലാകാലങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അട്ടിമറിക്കാൻ ഭരണകൂടം നേരിട്ട് അട്ടിമറിക്കുന്നതല്ല, മറിച്ച് ഇവിടെ ഉദ്യോഗസ്ഥ ലോബിയാണത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ ലോബി പല തന്ത്രങ്ങൾ ഉപയോഗിച്ചത് ചെയ്തിട്ട് അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമുക്കറിയാം, പത്രങ്ങൾ ദിവസേന എന്തെങ്കിലും വാർത്ത വരും, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് സംഭവിക്കുന്നു വരുന്നു. ഇത് നടക്കുമ്പോഴും ഇവർക്കെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ അവകാശപ്പെട്ട ഒരു കാര്യം നിഷേധിക്കപ്പെടുന്നത്, ഭരണഘടന തന്നെ നൽകുന്നൊരവകാശം നിഷേധിക്കുന്നത് ഒരിക്കലും ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല എന്ന രൂപത്തിലിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രക്ഷോഭം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിലിപ്പോൾ ഈ മോദി ഒരു റൈറ്റ് നിഷേധിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക? ജനങ്ങൾക്ക് ഭരണഘടനയാണ് ഈ റൈറ്റ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ ആ റൈറ്റുകൾ നിർബന്ധമായും പാലിക്കപ്പെടണമെന്ന് വാദിക്കാൻ ആ വ്യക്തിക്കോ സമൂഹത്തിനോ പിന്നെ വിഭാഗത്തിനോ ഒക്കെ അവകാശമുണ്ട് എന്നുള്ളതാണ്. രണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ ജനസംഖ്യാനുപാതികം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അതാണ് പിന്നെ നമ്മൾ പൊതുവെ വയ്ക്കുന്നത്. ഈ ജനസംഖ്യാനുപാതം വെച്ചാൽ മെറിറ്റ് ഉണ്ടാവുമെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ കഴിവ് കെട്ട കുറേ ആളുകളെ ഇത് തിരികെ കയറ്റുന്നതാണ്. എന്തായാലും ഇവിടെ ഈ ആ ബാധ്യത, കഴിവുള്ളവരെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബാധ്യത കൂടെ സർക്കാരിനുണ്ട്. അത്തരത്തിൽ അപരവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അന്യവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും ട്രെയിനിങ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ബാധ്യത സർക്കാരിൻ്റെ. മുസ്ലിങ്ങൾക്ക് മാത്രം നമ്മൾ പറയുന്നില്ല, ഏത് വിഭാഗങ്ങൾ ആ രീതിയിൽ ഉണ്ടെങ്കിൽ, അത് ആദിവാസികളാണെങ്കിലും ശരി, മറ്റ് ഇതര OBC വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ ശരി, അവർക്ക് ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത കൂടെ ഭരണഘടനയുടെ ഈ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിൽ ഇത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്കൊരു അവകാശം നഷ്ടപ്പെട്ടിരിക്കണു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു മുസ്ലിം സാമുദായിക നേതൃത്വങ്ങൾ പരാജയപ്പെട്ട ഒരു മേഖല, ഒരു സംശയവുമില്ല. കാരണം ഏതെങ്കിലും സമയത്ത് അത് ഉന്നയിക്കാൻ നിൽക്കുമ്പോൾ അതിന് എതിരെയുള്ളൊരു വടിയുടെ കയ്യിലുണ്ടാവും. ആ വടി കൊണ്ട് അടിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? ഈ സമുദായ നേതൃത്വം അത് നിർത്തും. അതുകൊണ്ട് തന്നെ ഈ കുറച്ചുകൂടെ നല്ല സമയം വരുമെന്ന് പറയാൻ എന്ന രൂപത്തിലാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ വഷളായി. ഇനി അത് പറയാൻ തന്നെ പറ്റുമോ എന്ന് സംശയിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പുലർത്തിയ മൗനം ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുലർത്തുന്ന മൗനം സമ്പൂർണ്ണമായി ഇതിൻ്റെ തിരസ്കാരത്തിലേക്കായിരിക്കും എത്തിക്കുക. അതുകൊണ്ട് സംസാരിക്കേണ്ട ഒരു സമയമാണ്, മൗനം വെടിയേണ്ട സമയമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ, ഈ കണക്ക് മാത്രം പുറത്തു വന്നാൽ പോരാ, ഒരു 50 വർഷത്തെ കണക്ക് വരാനുണ്ട്. അതായത് കാലാകാലങ്ങളിൽ ഇവിടെയുള്ള ഈ ജോലിയുടെ ഏത് അനുപാതത്തിലാണിത് പിന്നെ വിതരണം ചെയ്യപ്പെട്ടത് നിലയിൽ ലഭിച്ചതെന്നുള്ളതും, ഒപ്പം നിലവിൽ തന്നെ നമ്മുടെ ശമ്പളവും പെൻഷനും അടക്കമുള്ള റവന്യൂ ഇതെങ്ങനെയാണ് ഏതെല്ലാം സമുദായത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കണക്കും കൂടെ വരണം. കാരണം ഇവിടെ ജനങ്ങൾ ഈ കാര്യം അറിയേണ്ടതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ചിന്തിക്കുന്നിടത്തോളം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് എടുത്തിടാൻ കാരണം വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിട്ടുള്ളത് ഈ ജാതി സെൻസസ് നടത്തണമെന്നാണ്. അപ്പോൾ ജാതി സെൻസസ് നടത്തണം എന്ന് പറയുമ്പോൾ ജാതി സെൻസസിൻ്റെ ഒപ്പം ഈ സാമ്പത്തിക സെൻസസ് നടത്തണം എന്ന് പറയും. അപ്പോൾ രണ്ടും കൂടെ നടക്കുമ്പോൾ ഇപ്പം നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗം വിദ്യയൊന്നും അഭ്യസിച്ചിട്ടില്ലെങ്കിലും ശരി, ഗൾഫിൽ പോയിട്ടോ, അപ്പോൾ ഇവിടെ ഒരു പലിശ കൊടുക്കുന്നിടത്തോ അല്ലെങ്കിൽ ബാർ നടത്തുന്ന രംഗത്തൊക്കെ എന്തായാലും മുസ്ലിങ്ങളുടെ എണ്ണം കുറവ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചവരല്ല, മറിച്ച് ഗൾഫിൽ പോയോ കച്ചവടം ചെയ്തോ ആ രീതിയിലൊക്കെ കുറച്ച് ഹാർഡ് ഏൺഡ് മണി തന്നെ അവർക്കുള്ളത്. അതിലൂടെ അവർ ചെറിയൊരു നേട്ടമൊക്കെ കൈവരിക്കുകയും പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും അവർ ആ രീതിയിലൊക്കെ ചെറിയ ചില സൗകര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു സാമ്പത്തിക സർവേ കൂടെ വരികയാണെങ്കിൽ ഇവർക്ക് ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ സംവരണത്തിനുള്ള അർഹത അവർക്കില്ല എന്നുകൂടി ഒരു പക്ഷേ സ്ഥാപിച്ചെടുക്കാൻ പറ്റും.
അതിലൂടെ നിലവിലുള്ള സാധ്യതകളെ കൂടെ ഇല്ലാതെ, കാരണം നമുക്കറിയാം ഇപ്പം ഈ ഇടതുപക്ഷത്തിൻ്റെ പോലും ഒരു നിലപാട് സംവരണത്തിന് അനുകൂലമല്ല. പിന്നെ ആരെയും, അതിപ്പോൾ ഞാനിപ്പോൾ കോൺഗ്രസിനെ പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു നിലയ്ക്കതിനകത്ത് വിശ്വസിക്കുന്നില്ല. ഒരു BJP ഒരു വടി കൈ കൊടുത്താൽ എന്ത് ചെയ്യും, ആ വടി കൊണ്ട് ഓരോ വീശാൻ തുടങ്ങും. ഇപ്പോൾ തൽക്കാലം മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെയുള്ള മറ്റ് സമുദായ സംഘടനകളും മിണ്ടാതെ എന്തിരിക്കും. ഇതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രപരമായ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ കൂടുതൽ ഉച്ചത്തിൽ ഈ കാര്യങ്ങൾ പറയേണ്ട സമയമാണ്, വാദിക്കേണ്ട സമയമാണ്. അത് നിയമപരമായി തന്നെ ലഭിക്കാൻ വേണ്ട എല്ലാ ഇതുകളും ജാഗ്രത ആവശ്യമുണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും അത്തരത്തിലുള്ള കൈകടത്തലുകളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വയലേഷൻസോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തിരുത്താൻ വേണ്ട പ്രക്ഷോഭം ഉണ്ടാവണം. അത് തിരുത്തപ്പെടുന്നവരുള്ള പ്രക്ഷോഭം ഉണ്ടാവണം. അങ്ങനെ മാത്രമേ ഇതിലൊരു തിരുത്ത് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നമ്മൾ സംവരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം തന്നെ മാറ്റി, പിന്നെ അതൊരു സാമ്പത്തിക സംവരണം എന്നുള്ളൊരു സംഗതി കൊണ്ടുവന്നൊരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു കണക്കിന് വലിയ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, ഈ പ്രാതിനിധ്യം എന്നുള്ളതാണല്ലോ നമ്മൾ സംബന്ധിച്ചു കൊടുത്തത്. ആ പ്രാതിനിധ്യം പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ അല്ല, അത് കുറവാണ്. ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുറവാണ് എന്നുള്ളതല്ലേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ സംവരണത്തിൻ്റെ ലക്ഷ്യം ഇതുപോലെ വിസ്മരിച്ചുകൊണ്ടാണ് പല ആളുകളും സംസാരിക്കാറുള്ളത്. പൊതുവെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്. മൊത്തത്തിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ സംവരണത്തിൻ്റെ ലക്ഷ്യം വിസ്മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭരണ പങ്കാളിത്തം, അതുപോലെ തന്നെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ, ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതുപോലെ പിന്നെ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞ്, ഇപ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രീണനം, വെള്ളാപ്പള്ളീൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സത്യസന്ധമായി മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ മൊത്തത്തിലുള്ള ഒരു യഥാർത്ഥ ഒരു കണക്കെടുപ്പ് നടന്നത് സച്ചാർ സമിതിൻ്റെ ആ ഒരു പ്രയത്നത്തിലാണ്. അപ്പോൾ അതിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊന്ന് അവർ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന ആരോപണം. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ പ്രീണിപ്പിക്കപ്പെടുന്നു. അത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് അവർ പല സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഓരോ ദിവസവും, എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ പ്രീണിപ്പിക്കപ്പെടുന്നവരല്ല, ഞങ്ങളുടെ പതിതാവസ്ഥ എങ്ങനെയാണ് എന്ന് പറയേണ്ട ഒരു നിർബന്ധ സാഹചര്യമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് വ്യക്തമായി രജീന്ദ്ര സച്ചാർ കമ്മീഷൻ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയാണ് പ്രധാനമായി. അത് ശരിക്കും ബർത്ത് റേറ്റ് വരെ ആ വിഷയം പറയുന്നുണ്ട്. നന്നായി പെറ്റുകൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹം പിന്നെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ 2006 പിന്നെ ആണ് ഇത് സംബന്ധമായിട്ടുള്ളൊരു കണക്ക് ആദ്യം വന്നിരുന്നത്. അപ്പോൾ അതിൽ മുസ്ലിങ്ങൾ 136% പിന്നിലാണ് അന്ന്, 136%. അപ്പോൾ ഈ സമയത്ത് ഇപ്പം മാഷ് പറഞ്ഞിട്ടുള്ള ഒരു കണക്കനുസരിച്ചുകൊണ്ട് ആ 136% പിന്നിൽ നിൽക്കുന്ന സമുദായത്തെ, കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ 15 പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ആ 15 പദ്ധതികൾ നമ്മളെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് പാലോളി കമ്മിറ്റി രൂപീകരിച്ചത് ശരിക്ക്. എന്നിട്ട് പാലോളി കമ്മിറ്റി രൂപീകരിച്ചിട്ട് എന്നിട്ടും മുസ്ലിങ്ങളുടെ വല്ലാത്ത പിന്നോക്കാവസ്ഥ അദ്ദേഹം അവതരിപ്പിച്ചു. എന്നാൽ അത് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഈ സംവിധാനങ്ങളെ സർക്കാരുകൾ എന്ത് വെച്ചാൽ നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. അതുകൊണ്ട് ഇപ്പോൾ 2024 എത്തിപ്പെടുമ്പോഴും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ കണക്കനുസരിച്ചും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കുന്നത് 102% പിന്നിലാണ്. 102% പിന്നിലാണ്. 13.53% ഉദ്യോഗ തലങ്ങളിലുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 27% മുസ്ലിങ്ങളുണ്ട് ഇപ്പോൾ ഇതിനനുസരിച്ചും ജനസംഖ്യാനുസരിച്ചുകൊണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ മാത്രമല്ല മറ്റുള്ള ഇതേപോലുള്ള പിന്നോക്ക വിഭാഗങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളിയെപ്പോലെ അതുപോലെ തന്നെ ഈ ഫാസിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രീണനം, ഈ പ്രീണനത്തിൻ്റെ കഥ അത് ശരിക്കും തുറന്ന് പറയാൻ മാത്രമല്ല സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് വെച്ചാൽ ഇത്തരം കുറ്റങ്ങളെ, ഇത്തരം കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യ ധവളപത്രം അടക്കം ഇറക്കി ജനങ്ങളെ ബോധവൽക്കരിച്ച്
എന്നിട്ടിപ്പോൾ ഒരു കമ്മ്യൂണൽ വയലൻസ് ഇവിടെ വരുന്നുണ്ട്, ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ അതിനെ വിലയിരുത്തിക്കൊണ്ടൊക്കെ ആ കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ സർക്കാർ ആത്യന്തികമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അതിന് വളം വെച്ച് കൊടുക്കുന്ന ഭീകരമായ മൗനമാണ് അവരുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ നിലക്കുള്ളൊരു വയലൻസിലേക്ക് നമ്മളെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ കാണണമെന്നാണ് കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും സംവരണവുമായി ബന്ധപ്പെട്ട് അതിനെ സാമ്പത്തിക സംവരണത്തിൻ്റെ ഒരു ഇതിൽ മാത്രം കാണാതെ അങ്ങനെ ഒരു കേവല യുക്തിയിൽ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മറുപടിയാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിട്ടുള്ള പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ റൊട്ടേഷൻ സിസ്റ്റം ഉണ്ട്. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള 6, 26, 46 അങ്ങനെയാണ്, 66 ഇങ്ങനെയാണ് ഇപ്പോൾ 86 ആ രൂപത്തിലാണ് അതിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ അതുപോലും തടയിടുന്ന വിധമാണ് ഇപ്പോഴത്തെ സമീപനം. ഇപ്പോൾ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് 4% സംവരണമുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് 46ഉം 66ആണ്. നമുക്ക് റൊട്ടേഷനിൽ കിട്ടുന്ന 46ാമത്തതും 66ാമത്തതും ഈ തലത്തിലേക്ക് പോവാണ്. മുസ്ലിങ്ങൾക്ക് അവിടെയും 2% കുറഞ്ഞ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനഃപൂർവ്വമായി ചെയ്യുന്നത് പോലെയാണ് തോന്നുക. കാരണം നിരന്തരമായിട്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ടും പറഞ്ഞിട്ടും എഴുത്തിലൂടെയും സംസാരത്തിലൂടെയൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാനാണ് അവർ തയ്യാറായിട്ടുള്ളത്. ഇപ്പോഴത്തെ സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല, എന്തായാലും നമ്മൾ ഈ കണക്കുകളും അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്ന ഈ പ്രവണതകളൊക്കെ വളരെ വ്യക്തമാണ്. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവർ പറയാൻ മടിച്ചത് കൊണ്ട് മാത്രം, അതായത് പലപ്പോഴും മറ്റ് ഇതര സമുദായങ്ങളോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ പേരിലും അവരെ ഇതെങ്ങനെയാണ് ഹേർട്ട് ചെയ്യാന്നൊക്കെ ആലോചിച്ചാണ് മുസ്ലിം നേതൃത്വവും ജനങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് നഷ്ടം പറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ സഹിച്ചോളാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുത്തതുപോലെ ഗോളടിക്കാൻ വേണ്ടി ഗോളടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണിച്ച ഈ ഒരു കാരുണ്യമോ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായങ്ങളോട് കാണിച്ച സ്നേഹമൊന്നും തന്നെ അവർ തിരിച്ച് നമ്മളോട് കാണിക്കണില്ല എന്നുള്ളതാണ്. അത് എന്തായാലും വ്യക്തമായ ഒരു സൂചനയാണ്. നമ്മൾ സത്യം പറയേണ്ട സമയത്ത് സത്യം പറയേണ്ട, അവകാശം ചോദിക്കേണ്ട സമയത്ത് അവകാശം ചോദിച്ച് തന്നെ വാങ്ങേണ്ടി വരും എന്നുള്ളത്.